എത്രയും സ്നേഹമുള്ളവരെ, മലയാള കലാസാഹിത്യ സമിതിയും പുല്ലൂർ ബാലൻ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയും ഏപ്രിൽ 23 തൊട്ട് ജൂൺ 19 വരെ നടക്കുന്ന 2024 58 പുസ്തക ദിനാചരണ പരിപാടിയുടെ നാലാം പുസ്തക നിരൂപണ പരിപാടിയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നിരൂപണം ചെയ്യുന്ന ഒരു പുസ്തകം ഗ്രേത്ത തുൺബെരിയ, ഭൂമിയുടെ പ്രത്യാശയായ പെൺകുട്ടി എന്നുള്ളൊരു പുസ്തകമാണ് ഇന്നിവിടെ നിരൂപണം ചെയ്യുന്നത്. 2018 സെപ്റ്റംബറിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു സോളാർ ബോട്ടിൽ ഗ്രേത്ത തുൺബെർഗ് യാത്ര അയച്ചു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? കാലാവസ്ഥ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രേത്ത തുൺബെർഗ് യാത്രയായിട്ടുള്ളത്. പ്രത്യേകിച്ചും സ്വീഡൻ്റെ തലസ്ഥാനമായിട്ടുള്ള സ്റ്റോക്ക്ഹോമിലാണ് ഗ്രേത്ത തുൺബെർഗ് ജനിച്ചത്. വളരെ സന്തുഷ്ടമായിട്ടുള്ളൊരു കുടുംബജീവിതമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഗ്രേത്ത തുൺബെർഗിയരുടെ പ്രായത്തിൽ കവിഞ്ഞിട്ടുള്ള ബുദ്ധിയും പക്വതയും അതുപോലെ കുറച്ച് വായിലതാക്കും ഉണ്ട് എന്നാണെങ്കിൽ വിശേഷിപ്പിക്കുക. ലോക കലഹകാരിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ പോലും വരച്ച് വരയിലിർത്താനായിട്ട് ഗ്രേത്ത തുൺബെർഗ് പറഞ്ഞിട്ടിരുന്നു. ഈ വാഹനങ്ങളും അതുപോലെ സംബന്ധിച്ചിടത്തോളം വിമാനങ്ങളും ഒക്കെ കടത്തി അമിതമായിട്ട് വിസർജിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പലപ്പോഴും നമ്മുടെ അന്തരീക്ഷത്തിൽ വരികയും ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുമെന്ന് ഗ്രേത്ത തുൺബെർഗ് ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞിരുന്നു. 2018 ഏപ്രിൽ മാസത്തിൽ ഒരു കനത്ത ഏപ്രിൽ മാസത്തിൽ സ്വീഡനിലെ നഗരത്തിൽ അനുഭവപ്പെട്ട 50 ഡിഗ്രി സെൽഷ്യസ് ചൂട്, പ്രത്യേകിച്ചും 250 വർഷത്തിന് ശേഷം സ്വീഡൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ ചൂട്, ഒരുപക്ഷെ എന്നൊക്കെ പറഞ്ഞാൽ സ്വീഡൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു ഈ 50 ഡിഗ്രി സെൽഷ്യസ് ചൂട്. കാരണം ഇത് യൂറോപ്യൻ നഗരമാണ്. മഞ്ഞുള്ള ഒരു നഗരത്തിൽ 50 ഡിഗ്രി സെൽഷ്യസ് ചൂടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിന് തന്നെ ആർക്കും താങ്ങാൻ പറ്റില്ല. ഗ്രേത്ത തുൺബെർഗിനെ ഇത് വലിയൊരു അതിശക്തമായിട്ട് ഗ്രേത്ത തുൺബെർഗ് ഇത് വിഷയം ചിന്തിച്ചു. അവരിതിന് പ്രതികാരമായി ഒരു ചെറുതും വലുതുമില്ലാത്ത പല പ്രസ്താവനകളെ കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തുടങ്ങി. 2019 ഒരു നവംബർ മാസത്തിൽ അവർ സ്കൂളിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സമരം, ആദ്യം ഇതൊരു ചെറിയൊരു സമരം, പിന്നെ ഒരു വലിയൊരു സമരമായിട്ട് ഇത് ഏകദേശം മാറപ്പെട്ടു. 2018 തന്നെ കാലാവസ്ഥ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോയി ഡൊണാൾഡ് ട്രംപായിട്ട് കലഹിച്ചു. ഡൊണാൾഡ് ട്രംപിൻ്റെ വാദങ്ങളെ നിരർത്ഥകമായിട്ട് തള്ളിക്കളയും മാത്രമല്ല താൻ പറഞ്ഞതാണ് ലോകം ശരിവെച്ചതെന്നുള്ള കാര്യം വിശേഷിപ്പിച്ചു. ലോകരാജ്യങ്ങളിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാരുടെയൊക്കെ വൻ എതിർപ്പുകൾ നേരിടാൻ പറ്റിയെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറൻസിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് കഴിഞ്ഞു. 2018 ഫോബ്സ് മാസിക ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിച്ച ഒരു വ്യക്തിയായി ഗ്രേത്ത തുൺബെർഗ് മാറി എന്ന് പറഞ്ഞു. കാരണം ചെറിയ പ്രായം, ഒട്ടേറെ സമരങ്ങളും തീക്ഷ്ണമായിട്ടുള്ള നോട്ടവും അതിശക്തമായിട്ടുള്ള വാക്കുകളും പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള തിളങ്ങാനാവാത്ത ഈ ഗ്രേത്ത തുൺബെർഗിൻ്റെ ഈ പോരാട്ടം എന്നും തുടങ്ങി. ഗ്രേത്ത തുൺബെർഗിൻ്റെ വാക്കും പ്രവൃത്തിയും സമരപരമ്പരകളും ഒക്കെ ഭൂമിയുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട്. ഏതായാലും ഈ പുസ്തകം എഴുതിയിട്ടുള്ള ആൽബിയെ എന്താ പറഞ്ഞാൽ ഒട്ടേറെ ഈ ജീവചരിത്രത്തിൽ സത്യത്തിൻ്റെ അംശങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം എഴുതിയിട്ടുള്ള ആൽബി PVക്ക് 100 മാർക്ക് കൊടുത്താലും യാതൊരു തെറ്റുമില്ല. കാരണം അത്രയേറെ സത്യത്തിൻ്റെ അംശം ഈ ജീവചരിത്രത്തിലുണ്ട്. ഈ പുസ്തകം നിരൂപണത്തിലെ പരിപാടി നമുക്കിതിലൊരു കാര്യം വായിച്ചുകൊണ്ട് പുസ്തക നിരൂപണ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. പാരീസ് ദേശീയ അസംബ്ലിയിൽ കാലാവസ്ഥ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നല്ല വാർത്തകളും കുറിച്ച് ചീർത്ത വാർത്തകളുമായി ഞാനിവിടെ വന്നിരിക്കുന്നത്. ഗ്രേത്ത പറഞ്ഞു തുടങ്ങി. നല്ല വാർത്തകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അടുത്ത കാലത്തായി ചിലർ പറയുന്ന പോലെ ഈ ലോകം 11 വർഷം കൊണ്ട് അവസാനിക്കില്ല. നാം ഇപ്പോൾ പോകുന്നത് പോലെ പോയാൽ ഏതാണ്ട് 2030 ചിലപ്പോൾ പൊട്ടിത്തെറികളിലൂടെ കടന്നു പോകാനിടയുണ്ട് എന്നാണ് ചീത്ത വാർത്ത. അപ്പോൾ നമുക്ക് കാലാവസ്ഥയെ തകർച്ചയെ മറികടന്ന് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. എല്ലാവരും ഈ പുസ്തക നിരൂപണ പരിപാടി കാണണം, വിലയിരുത്തണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് 4ാം ദിന പുസ്തക ദിന നിരൂപണ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും. നിങ്ങളെല്ലാവരും പരിപാടി കാണണം, വിലയിരുത്തണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ വിളിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.